രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെ അളവിനെയും ഫലപ്രദമായി നിയന്ത്രിക്കുന്ന പോഷക സമൃദ്ധവും വൈവിധ്യമാർന്നതുമായ ഒരു ഭക്ഷണമായ ബട്ടർ ബീൻ അല്ലെങ്കിൽ ലിമ ബീൻസ് എന്നറിയപ്പെടുന്ന ഒരു പയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര വിപണി മൂല്യമുള്ള ഒരു ഭക്ഷ്യോൽപ്പന്നവും കൂടിയാണിത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞങ്ങൾക്ക് തയ്യാറാക്കേണ്ടി വന്നത്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫാസിയോലസ് ലുനാറ്റസ് ഇനത്തിൽപ്പെടുന്ന ഒരു തരം പയറുവർഗ്ഗമാണ്. പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ സിവ ബീൻ, ഡബിൾ ബീൻ, മഡ്ഗാസ്കർ ബീൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഭക്ഷ്യയോഗ്യമായ ഇത് വിത്തിനോ ബീൻസിനോ വേണ്ടിയാണ് വളർത്തുന്നത്. മെസോയിലും തെക്കേ അമേരിക്കയിലുമാണിത് വ്യാപകമായി കണ്ടുവരുന്നത്. സാധാരണയായി ഇതിന്റെ 2 ഇനങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഫോർഡ് ഹുക്ക്, ബേബി, ഹെൻഡേഴ്സൺ എന്നിവ. ഇത് കൂടാതെ ഇന്ന് വിവിധതരം ഇനങ്ങൾ വലിപ്പത്തിലും നിറത്തിലും സ്വാദിലും വ്യത്യസ്തമായി ഉൽപ്പാദിപ്പിച്ചു കണ്ടുവരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ഒരേ പോഷക സവിശേഷതയുള്ളവയാണ്. മെസോ അമേരിക്കയിൽ ലിമ ബീൻ നിയോട്രോപ്പിക്കൽ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. മറ്റൊന്ന് പടിഞ്ഞാറൻ ആൻഡീസിൽ കാണപ്പെടുന്നു. പെറുവിലാണ് ഇവ കണ്ടെത്തിയത്. തദ്ദേശീയരായ കർഷകർ നാഗരികതയുടെ കീഴിൽ വളർത്തിയ ആദ്യത്തെ ചെടിയായിരിക്കാം ഇത്. BC 2000 കൂടിയാണ് ആൻഡീസിൽ ഇത് വ്യാപകമായി വളർത്തി തുടങ്ങിയത്. അത് വലിയ വിത്തുകളുടെ ഒരു ഇനമായിരുന്നു. AD 800-നടുത്ത് മെസോ അമേരിക്കയിൽ ഇതിന്റെ ചെറിയ ഇനവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഏകദേശം 1300-ഓടെ റിയോ ഗ്രാൻഡയുടെ വടക്കു ഭാഗത്ത് ഇതിന്റെ കൃഷി വ്യാപിപ്പിക്കുകയും 1500-കളിൽ ഈ ചെടി വൻതോതിൽ കൃഷി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പെറുവിൽ നിന്നുള്ള സിവ ഇനം മെക്സിക്കോ മുതൽ അർജന്റീന വരെ കൃഷി ചെയ്യുന്നു. മോച്ചെ സംസ്കാരം 800 CE വരെ ലിമ ബീൻസ് ധാരാളമായി കൃഷി ചെയ്യുകയും പലപ്പോഴും അവരുടെ കലകളിൽ ഇത് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. പെറുവിലെ സ്പാനിഷ് വൈസ്രോയൽറ്റിയുടെ കാലത്ത് ലിമ ബീൻസ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. അത്തരം സാധനങ്ങളുടെ പെട്ടികൾക്ക് ലിമ പെറു എന്ന ലേബൽ നൽകിയതിനാലാണ് ഇതിന് ലിമ ബീൻസ് എന്ന പേര് ലഭിച്ചത്. പടിഞ്ഞാറൻ യൂറോപ്പ് സ്റ്റേറ്റ്സിൽ 2011 മുതൽ 2015 വരെ ബേബി ലിമ ബീൻ ഉൽപ്പാദനം വളരെയധികം വർദ്ധിച്ചു. മെക്സിക്കോയിലെ ഒക്സാക്കയിൽ പ്രധാന മഴക്കാലം, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഇതിന്റെ കൃഷി നീണ്ടു നിൽക്കും. അവിടങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വരണ്ട സമയങ്ങളിൽ ഇത് നിർജീവമാകുന്നു. ഇത് അവിടെ മുളയ്ക്കുന്നത് ജൂൺ മുതൽ ജൂലൈ വരെയാണ്. പൂക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയും. ഇതിന്റെ പൂക്കളുടെയും പഴങ്ങളുടെയും വളർച്ച ഫെബ്രുവരി മുതൽ ഏപ്രിലോടുകൂടി അവസാനിക്കും. സ്പെയിനിൽ ഇതിനെ ഗാരോഫോൺ എന്നാണ് വിളിക്കുന്നത്. ഇത് അവരുടെ പ്രശസ്തമായ വലൻസിയൻ പെയിലയുടെ പ്രധാന ചേരുവയാണ്. ഇന്ത്യയിൽ ഇതിന്റെ ഡബിൾ ബീൻസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ വട്ടവടയിലും തമിഴ്നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ, കർണാടകയിലെ കൊടക്, കൂർഗ് തുടങ്ങി ഇന്ത്യയിലെ പല തണുപ്പുള്ള പ്രദേശങ്ങളിലും ഇന്നിത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. എന്നാൽ ഇന്ന് ലോകമെമ്പാടുമുള്ള വിവിധ കാലാവസ്ഥകളിൽ വളരുന്ന ജനിതക മാറ്റം സംഭവിച്ച ബട്ടർ ബീനും ലഭ്യമാണ്. മുൾപടർപ്പുകളിൽ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണിത്. 1 മീറ്റർ മുതൽ 5 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരുന്നു. ഇതിന്റെ കായ്കൾക്ക് 15 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകാം. ഇതിന്റെ പാകമായ വിത്തുകൾക്ക് 1 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള അണ്ഡാകാരം മുതൽ വൃക്കയുടെ ആകൃതി വരെയാണ്. ഇതിന്റെ മിക്ക ഇനങ്ങളുടെയും വിത്തുകൾ പരന്നതാണ്. സാധാരണയായി വെളുത്ത വിത്തുകളാണ് കാണപ്പെടുന്നത്. എന്നാൽ കറുപ്പ്, ചുവപ്പ്, ഓറഞ്ച് മുതലായ വിവിധ നിറത്തിലുള്ള വിത്തുകളും ഇന്ന് ഉണ്ടാകാറുണ്ട്. പാകമാകാത്ത വിത്തുകൾക്ക് എപ്പോഴും പച്ചനിറം തന്നെയാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ബട്ടർ ബീൻസ് മഞ്ഞിനോട് സെൻസിറ്റീവാണ്. പല പയറുവർഗ്ഗങ്ങളെയും പോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണും ധാരാളം സൂര്യപ്രകാശവും ഇത് വളരാൻ ആവശ്യമാണ്. 6-നും 7-നും ഇടയിലുള്ള ഓപ്റ്റിമൽ pH ലെവലാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം. ഇവയ്ക്ക് അല്പം വിശാല pH ശ്രേണിയെ സഹിക്കാൻ കഴിയുമെങ്കിലും അമിതമായ അസിഡിറ്റിയോ ആൽക്കലൈനോ ഇവയുടെ വളർച്ചയെയും പോഷക ശേഖരണത്തെയും തടഞ്ഞേക്കാം. ജൈവ പദാർത്ഥങ്ങളും പോഷകങ്ങളും അടങ്ങിയ മണ്ണിൽ ബട്ടർ ബീൻ തഴച്ചു വളരുന്നു. അതുകൊണ്ട് തന്നെ അവശ്യ പോഷകങ്ങൾ നൽകുന്നതിനും മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും നടുന്നതിന് മുൻപേ കമ്പോസ്റ്റോ നന്നായി അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുക.
വാണിജ്യാടിസ്ഥാനത്തിൽ ബട്ടർ ബീൻ വളർത്തുകയാണെങ്കിൽ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച വിളവിനും വളം നൽകേണ്ടതാണ്. വളമിടുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണിലെയും പോഷകങ്ങളുടെ അളവ് പരിശോധിക്കാൻ ഒരു മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതാണ്. മണ്ണിന്റെ ഘടനയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇത് സഹായിക്കും. മറ്റു പയറുവർഗ്ഗങ്ങളെ പോലെ തന്നെ ബട്ടർ ബീനും അതിന്റെ റൂട്ട് നൊഡൂളുകളിലെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുമായിട്ടുള്ള സഹവർത്തിത്വത്തിലൂടെ അന്തരീക്ഷ നൈട്രജനെ ശേഖരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വിളകളെ അപേക്ഷിച്ച് ഇതിന് നൈട്രജന്റെ അളവ് വളരെ കുറച്ച് മാത്രം മതിയാകും. എന്നിരുന്നാലും നിങ്ങളുടെ മണ്ണിൽ നൈട്രജന്റെ അളവ് കുറവാണെങ്കിൽ ഇതിന്റെ ആദ്യകാല വളർച്ചയെ സഹായിക്കുന്നതിന് നടീൽ സമയത്ത് നൈട്രജൻ വളം ചെറിയ അളവിൽ നൽകാം. ഇതിന്റെ വേരുകൾ വികസിക്കുന്നതിനും പൂവിടുന്നതിനും കായ്ക്കുന്നതിനും പൊട്ടാസ്യവും ഫോസ്ഫറസും പ്രധാനമാണ്. അതുകൊണ്ട് NPK ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉയർന്ന ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ സമീകൃത വളം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ 5-10-10 എന്ന സമാന അനുപാതം തിരഞ്ഞെടുക്കുക. ഓർഗാനിക് വളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. ഇത് നടുന്നതിന് മുൻപും വളരുന്ന സീസണിലും ഒരു ടോപ്പ് ഡ്രസ്സിംഗ് ആയി നൽകാം. ഇതിന്റെ വളർച്ചാ ഘട്ടത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗം ഉചിതമായി ക്രമീകരിക്കേണ്ടത് പ്രധാനമാണ്. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും വളപ്രയോഗം ഒഴിവാക്കുക. കാരണം അമിതമായ നൈട്രജൻ കായ്കൾ ഉണ്ടാകുന്നതിന് തടസ്സം സൃഷ്ടിച്ചേക്കാം. വളപ്രയോഗത്തിന്റെ രീതികൾ വള ലേബലിന്റെ ശുപാർശകൾ അനുസരിച്ച് ചെയ്യുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. ഇത് പോഷകങ്ങൾ അമിതമാകുന്നതിനും മലിനീകരണത്തിനും ഇടയാക്കും. ബട്ടർ ബീൻ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഇവയാണ്: മുഞ്ഞ, ബീൻ ലീഫ് വണ്ടുകൾ, മെക്സിക്കൻ ബീൻ വണ്ടുകൾ, ചിലന്തിക്കാശ്, ആന്ത്രാക്നോസ്, ബീൻ തുരുമ്പ്, പൂപ്പൽ, റൂട്ട് ചീയൽ, ബാക്ടീരിയൽ ബ്ലൈറ്റ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു പല പയറുവർഗ്ഗങ്ങളെയും പോലെ തന്നെ ഭക്ഷണനാരുകളുടെ നല്ല ഒരു ഉറവിടവും ഉയർന്ന പ്രോട്ടീനുമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബട്ടർ ബീൻ. ഇതിന്റെ ഉയർന്ന പോഷക ഗുണങ്ങൾ കാരണം വൈവിധ്യമാർന്ന പല ഭക്ഷണ വിഭവങ്ങളും നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ബട്ടർ ബീൻ സൂപ്പുകളിലും പായസങ്ങളിലും ക്രീമും പ്രോട്ടീനും നൽകുന്നു. ബട്ടർ ബീൻ സൂപ്പ് പോലുള്ള ഒരു പരമ്പരാഗത വിഭവമാണിത്. ഹൃദ്യവും പോഷകപ്രദവുമായ പച്ചക്കറികളിലും ഇതിന്റെ പായസം ചേർക്കുന്നു. ബട്ടർ ബീൻ സലാഡ് ഒരു മികച്ച ഭക്ഷ്യോൽപ്പന്നമാണ്. ഫ്രഷ് പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, ഉന്മേഷദായകമായ സൈഡ് ഡിഷ് അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിനായി വിനൈഗ്രേറ്റ് എന്നിവയുമായി ഇത് ചേർക്കുന്നു. വേവിച്ച ബട്ടർ ബീൻസ്, വെളുത്തുള്ളി, നാരങ്ങാനീര്, ഒലിവ് ഓയിൽ, പച്ചമരുന്നുകൾ എന്നിവയുമായി ചേർത്ത് ക്രീം ഡിപ്പ് അല്ലെങ്കിൽ സ്പ്രെഡ് ഉണ്ടാക്കാം. രുചികരമായ ലഘുഭക്ഷണമായി കഴിക്കാം. ബട്ടർ ബീൻസ് കാസറോളുകളിലും ഫ്രൈ ചെയ്ത വിഭവങ്ങളിലും നന്നായി യോജിക്കുന്നതാണ്. ആശ്വാസകരവും തൃപ്തികരവുമായ ഭക്ഷണത്തിനായി മറ്റു പച്ചക്കറികൾ, ധാന്യങ്ങൾ, ചീസ് എന്നിവയ്ക്കൊപ്പം കാസറോളുകളിൽ ഇത് ഉൾപ്പെടുത്താം. പ്രോട്ടീൻ ബൂസ്റ്റിനും ക്രീം സ്ട്രെച്ചറിനും ബട്ടർ ബീൻ കറികളിലും ഫ്രൈകളിലും ചേർക്കാം. പച്ചക്കറി, മാംസം എന്നിവയോടൊപ്പം സുഗന്ധവ്യഞ്ജനവും സോസുകളും ചേർത്ത് ഇതുകൊണ്ട് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാം. വെജിറ്റേറിയൻ ബർഗറുകളോ പാറ്റീസുകളോ നിർമ്മിക്കാൻ ബ്രെഡ് ക്രാംസ്, മുട്ടകൾ എന്നിവയുമായി ബട്ടർ ബീൻസ് മിക്സ് ചെയ്യാം. ഇത് സ്വർണ്ണ കളറോ തവിട്ട് നിറമോ വരുന്നതുവരെ ഗ്രില്ലിലോ ചട്ടിയിലോ വേവിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളുടെ ടോപ്പിംഗ് ആയി വിളമ്പാം. ഉപ്പ്, കുരുമുളക്, ഒലിവ് ഓയിൽ എന്നിവ ചേർത്ത് പാകം ചെയ്ത ബട്ടർ ബീൻസ് ഒരു ലളിതമായ സൈഡ് വിഭവമായി ഉപയോഗിക്കാം. ഗ്രിൽ ചെയ്ത മാംസം, വറുത്ത പച്ചക്കറികൾ എന്നിവയോടൊക്കെ ഇത് നന്നായി ജോഡിയാവുന്നു. ബട്ടർ ബീൻസ് ഒരു വൈവിധ്യമാർന്ന ഘടകമാണ്. ഇതിന്റെ ക്രീം ഘടനയും പരിപ്പ് രുചിയും കൊണ്ട് വൈവിധ്യമാർന്ന പല വിഭവങ്ങളും നിർമ്മിക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് വ്യത്യസ്ത പാചക രീതികളും പരീക്ഷിക്കാം. ഇതിന്റെ സവിശേഷമായ പോഷക ഗുണങ്ങൾ കാരണം അതുല്യമായ നിരവധി ഔഷധ ഗുണങ്ങൾ ഇത് നൽകുന്നു. ശരീരത്തിലെ ടിഷ്യൂകൾ നന്നാക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ സസ്യാധിഷ്ഠിത പ്രോട്ടീന്റെ ഉറവിടമാണ് ബട്ടർ ബീൻ. പേശികളുടെ വളർച്ച, രോഗപ്രതിരോധ പ്രവർത്തനം, ഹോർമോണുകളുടെ ഉൽപ്പാദനം എന്നിവയ്ക്കൊക്കെ ഈ പ്രോട്ടീൻ സഹായിക്കുന്നു. ബട്ടർ ബീനിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. മലവിസർജനം നിയന്ത്രിക്കുകയും മലബന്ധം തടയുകയും ആരോഗ്യപരമായ ഗട്ട് മൈക്രോബയോവിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ നാരുകൾ സഹായിക്കുന്നു. ഇത് തന്നെയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതും. ഫോളേറ്റ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, വൈറ്റമിൻ B6 എന്നിവയുൾപ്പെടെ അവശ്യ വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയതാണ് ബട്ടർ ബീൻ. ഊർജ്ജ ഉപാപചയം, നാഡികളുടെ പ്രവർത്തനം, ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം എന്നിങ്ങനെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ പോഷകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, നാരുകൾ, മഗ്നീഷ്യം എന്നിവ രക്തസമ്മർദ്ദം കുറച്ച് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയധമനികളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തി ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ബട്ടർ ബീൻ പോലുള്ള പയറുവർഗ്ഗങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന ഫൈബറും പ്രോട്ടീനും നമ്മുടെ തൃപ്തി വർദ്ധിപ്പിച്ച് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. അത് ശരീരഭാരം നിയന്ത്രിക്കാനും കുറയ്ക്കാനും സഹായിക്കും. ബട്ടർ ബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നുകയും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറിന്റെ ഉള്ളടക്കം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ആഗിരണം മന്ദഗതിയിലാക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. പ്രമേഹം ഉള്ളവർക്കും ടൈപ്പ് 2 പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും ഇത് വളരെയധികം ഗുണം ചെയ്യും. ബട്ടർ ബീൻസിൽ കാണപ്പെടുന്ന ഫൈറ്റോ കെമിക്കലുകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സന്ധിവാതം, ഹൃദ്രോഗം തുടങ്ങിയ വീക്കവുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്താൻ പ്രധാനമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കാനും അസ്ഥികളുടെ സാന്ദ്രത മെച്ചപ്പെടുത്താനും സഹായിക്കും. നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ബട്ടർ ബീൻ വൈവിധ്യമാർന്ന പോഷകസാന്ദ്രമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പല ബീൻസ് പോലെയും ഇത് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും തിളപ്പിക്കേണ്ടതാണ്. ഇതിൽ ഫൈറ്റോ ഹേമാഗ്ലൂട്ടിനൈൻ എന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇത് നിർവീര്യമാക്കാനാണ് വെള്ളത്തിൽ തിളപ്പിക്കുന്നത്. മാർക്കറ്റിൽ ലഭിക്കുന്ന ടിന്നിലടച്ച ബീൻസ് മുൻകൂട്ടി പാകം ചെയ്ത് സീൽ ചെയ്തതിനാൽ തിളപ്പിക്കാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഫൈറ്റിക് ആസിഡുകൾ, സപ്പോണിൻ, ഓക്സലേറ്റ്, ടാനിൻ, ട്രൈപ്പസിൻ ഇൻഹിബിറ്റർ തുടങ്ങിയ ആന്റി ന്യൂട്രിയന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കാം. ഇത് മൃഗങ്ങളിൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനെ തടയുകയും ചില അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. തിളപ്പിക്കുകയോ അല്ലെങ്കിൽ വറുത്തോ, പ്രഷറിൽ പാകം ചെയ്തോ, കുതിർത്തോ, മുളപ്പിച്ചോ ഒക്കെ ഈ ആന്റി ന്യൂട്രിയന്റുകളെ ഗണ്യമായി കുറയ്ക്കാം. ധാരാളം പോഷക ഔഷധ ഗുണങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണെങ്കിലും മനുഷ്യനോ മൃഗങ്ങളോ ഇത് ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ബട്ടർ ബീൻ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.